ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സാഗർ ജോഷി സാറിന് നമ്മുടെ ഹൃദയം തൊട്ടുള്ള നന്ദി അറിയിക്കാം. ഉള്ളിന്റെ ഉള്ളിൽ നിന്നും രമണി മാഡം പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മുടെ പല ലീഡേഴ്സും പല പ്രോഗ്രാമുകളിലും നേരിട്ട് കണ്ടിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരുമാണ്. മാഡത്തിന്റെ വീട്ടിൽ ഞങ്ങൾ പോയ സമയത്ത് തന്നെ മാഡം ആദ്യം പറഞ്ഞിരുന്നു മോൻ ആദ്യ സമയത്തേക്ക് എഗനിസ്റ്റ് ആണ്. പക്ഷെ ഇപ്പോ മോന്റെ മൈൻഡ് സെറ്റിൽ കുറെ മാറ്റം വന്നിട്ടുണ്ട്. ആദ്യ സമയത്ത് ഈ നമ്മുടെ ബയോട്ടോറിയം പ്രൊജക്ട് പറഞ്ഞു വരുന്നവരുടെ അടുത്ത് കാര്യമായ നല്ല നിലയിൽ ഒരു സമീപനം അവന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ എങ്ങനെയായിരിക്കും അവൻ ഉപയോഗിക്കുക പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഞാൻ എന്റെ കൂടെ ഉണ്ടായിരുന്ന ബെന്നി സാറോട് കൂടി ഒരു ദിവസം ഞങ്ങൾ മോനിപ്പള്ളിയിലെ രമണി മാഡത്തിന്റെ വീട്ടിൽ വർക്കെടുക്കാൻ ചെയ്ത സമയത്ത് വർക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു എത്തുമ്പോൾ വളരെ പ്ലസന്റ് മൂഡിൽ ഞങ്ങളെ സ്വീകരിക്കുന്ന ഒരു മകനെയാണ് അവിടെ കാണാൻ സാധിച്ചത്. എന്തായാലും ആ എഗനിസ്റ്റ് ആയിട്ട് നിന്ന ഒരാളെ അനുകൂലമാക്കാൻ നമ്മുടെ പ്രൊഡക്റ്റ് സാധിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രൊഡക്റ്റ് തന്നെയാണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് നമ്മളെ കാണിച്ചിരുന്നത്. അതോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത്, രമണി മാഡം പറഞ്ഞു വളരെ ചെറുപ്പത്തിലെ രമണി മാഡം കാലം നഷ്ടപ്പെട്ട ആളാണ്. ഇവിടെ രണ്ട് കാലും രണ്ട് കൈയുമുള്ള നമ്മളിൽ പലരും പല കാര്യങ്ങളും പറഞ്ഞ് മടിപ്പിക്കുമ്പോഴാണ് രമണി മാഡത്തിന്റെ കയ്യിൽ കിട്ടിയ ഈ പ്രൊജക്ട് കൊണ്ട് രമണി മാഡം ഇന്ന് കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ, ഇന്ന് കാസർഗോഡ് ആണെന്നെങ്കിൽ നാളെ കണ്ണൂർ, അടുത്ത ദിവസം തിരുവനന്തപുരത്ത്, അങ്ങനെ ഓടി നടന്നുകൊണ്ട് ബയോട്ടോറിയം പ്രൊജക്ട് പ്രചരിപ്പിക്കാൻ വേണ്ടി എടുത്ത എഫേർട്ടിന് ബിഗ് സല്യൂട്ട് പ്രിയപ്പെട്ട രമണി മാഡത്തെ കുറിക്കുകയാണ്. അപ്പൊ എനിക്ക് രമണി മാഡത്തെ കോട്ടയം ടീമിന്റെ ഭാഗമായിട്ട് കിട്ടിയതിൽ ഞാൻ വളരെ അഭിമാനിക്കുന്നു, വളരെ സന്തോഷിക്കുന്നു. വളരെ വളരെ താമസിച്ചാണ് രമണി മാഡത്തെ നമുക്ക് പരിചയപ്പെടാൻ കോട്ടയം ടീം ഉണ്ടായിരുന്നപ്പോൾ സാധിച്ചത്. എന്നിരുന്നാൽ പോലും രമണി മാഡത്തിന്റെ ആ കടന്നുവരവ് ടീമിൽ പുതിയ ഒരു എക്സ്പീരിയൻസ്, പുതിയ ഒരു മാറ്റം ടീമിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ അങ്കമാലിയിലെ പ്രിയപ്പെട്ട ബെന്നി സാറിന്റെ ഒരു വൺ ഡേ പ്രോഗ്രാമിൽ ഞങ്ങൾ പങ്കെടുത്ത സമയത്ത് ആ പ്രോഗ്രാം നടക്കുന്നത് അതിന്റെ 3-ാം നിലയിലാണ്. ഒരുപക്ഷെ ഞങ്ങൾക്ക് രണ്ട് കാലമുള്ള ഞങ്ങൾക്ക് ആ ഹാളിന്റെ മുകളിലേക്ക് നടന്നു കയറാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ ഹാളിലേക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ഒരു ലെവലേഷൻ കൂസില്ലാതെ തന്റെ വെപ്പുകാലം വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട രമണി മാഡം കടന്നു. ഞാൻ രമണി മാഡത്തെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഞാൻ കൈക്ക് പിടിക്കാന്ന് പറഞ്ഞു. പക്ഷെ പ്രിയപ്പെട്ട രമണി മാഡം കൈക്ക് പിടിപ്പിച്ചില്ല. എന്നിട്ട് ഞാൻ കൂടെ നടന്നു. എനിക്കൊരു പേടി, ഇനി ബൈ ചാൻസ് എന്തെങ്കിലും തരത്തിൽ കാലസ്വല്പം ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. ഞാൻ ഒപ്പത്തിനൊപ്പം കൂടെ നടന്നിട്ടും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പ്രോഗ്രാം ഹാളിലേക്ക് കയറുകയും അന്ന് വൈകുന്ന വരെ ആ പ്രോഗ്രാം തീരുന്ന സമയം വരെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ആ പ്രോഗ്രാം ഹാളിൽ പ്രിയപ്പെട്ട രമണി മാഡത്തിന് ഇരിക്കാൻ സാധിച്ചെങ്കിൽ അത് രമണി മാഡത്തിന് കിട്ടിയ റിസൾട്ടാണ്, ബയോട്ടോറിയം കൊടുത്ത റിസൾട്ടാണ്. അത് നമുക്ക് മാത്രം, നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല. നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഈ പുണ്യം എത്തിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കണം. എന്റെ മൈക്ക് അൺമ്യൂട്ട് ആയിരുന്നുകൊണ്ടാണ് എനിക്ക് മുമ്പ് സമയം സംസാരിക്കാൻ പറ്റായിരുന്നത്. വളരെ ബെറ്റർ ആയിട്ട് തന്നെ ഇന്നത്തെ നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ നമ്മുടെ കോർ ടീം അംഗം കൂടിയായിട്ടുള്ള കോട്ടയത്തിന്റെ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട മിനിമാണ് വളരെ ബെറ്റർ ആയിട്ട് ഏതാണ്ട് 1 മണിക്കൂർ സമയം എടുത്തുകൊണ്ട് തന്നെ ഈ നമ്മുടെ ഈ പ്രൊജക്ട് അവതരിപ്പിച്ചിട്ടുണ്ട്, പ്ലാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, വളരെ വിശദമായ രീതിയിൽ ഇൻകം പ്ലാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. മിനി മാഡം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റമാണ്. ഡയറക്ട് സെല്ലിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അനുവാദത്തോടുകൂടി നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. 2025 ഏപ്രിൽ മാസം 19-ാം തീയതി കേരള ഗവൺമെന്റ് ഒരു മോണിറ്ററിംഗ് മെക്കാനിസത്തിലൂടെ ഇതിപ്പോ ഡയറക്ട് സെല്ലിംഗ് മേഖല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ നിലനിൽക്കുന്ന കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നല്ല നല്ല കമ്പനികളെ, നല്ല നല്ല ഉൽപ്പന്നങ്ങളെ ഈ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യവും സമ്പത്തും പരീക്ഷിക്കാൻ വേണ്ടി ഉള്ള ഒരു കെയറിങ് നമ്മുടെ കേരള ഗവൺമെന്റ് അടക്കം കേന്ദ്ര ഗവൺമെന്റ് അടക്കം ഈ കാര്യത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന ആ മേഖലയിലേക്ക്, ആ വലിയ വ്യവസായ മേഖലയിലേക്ക് നമ്മളെല്ലാം എത്തിപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ഞാൻ ഉറപ്പായും പറയുന്നു, ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം അതിവേഗം വളരാൻ പറ്റുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണിത്. ആരൊക്കെ ഇതിനെ മനസ്സിലാക്കുന്നോ, ആരൊക്കെ ഇതിനെ ഏറ്റെടുക്കുന്നുവോ അവർക്കെല്ലാം ജീവിതത്തിൽ വലിയ വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇന്നത്തെ പ്രോഗ്രാമിൽ ഏതാണ്ട് 162-ൽ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, ഇന്ന് ആദ്യമായി ഈ പ്രോഗ്രാമിൽ കയറിയിട്ടുള്ള ആളുകൾ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകൾ നിങ്ങളെ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കത്തിലും ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ സ്വപ്നങ്ങളിലും എല്ലാം നിങ്ങൾ അവരെ മാത്രം ഓർക്കുക. കാരണം മറ്റു പല സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടായിട്ടും നമ്മളെ അവർ ഫോക്കസ് ചെയ്ത് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ചെങ്കിൽ അവർ നമുക്ക് തരുന്ന വാല്യൂ അത്രമാത്രം മഹത്തരമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുക്കുവാൻ നിങ്ങളെ ആരാണോ ഈ പ്രൊജക്റ്റിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രൊജക്റ്റിലേക്ക് നിങ്ങൾ കടന്നു വരിക. മിനി മാഡം പ്രോഗ്രാം മൈൻഡ് കൊണ്ട് പറഞ്ഞു 1 year 1 CR എന്നുള്ള മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രൊജക്റ്റിലേക്ക് നമ്മളിൽ പലരും കടന്നു വന്നതെങ്കിൽ ഇന്നിപ്പോ ഒരു വർഷം 5 കോടി വാങ്ങാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ ബിസിനസ് സംവിധാനം, ആ ബിസിനസ് ശൃംഖല ആകെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. റീപർച്ചേസ് അടക്കം, കാരണം ഗവൺമെന്റിന്റെ റൂളാണ് റീപർച്ചേസ് എന്ന് പറയുന്നത്. റീപർച്ചേസ് അടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോ ഓൾറെഡി നമ്മുടെ കമ്പനിയിൽ വന്നു. അതായത് പിൻ ടു പ്ലെയിൻ വരെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്.
നൂറുകണക്കിന് പ്രൊഡക്റ്റുകൾ നമ്മുടെ സൈറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ, FMCG സാധനങ്ങൾ, നമുക്ക് ഏത് സാധനങ്ങളും വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലാറ്റ്ഫോം നമുക്ക് ആമസോണും ഫ്ലിപ്കാർട്ടും പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് തന്നെ നമുക്ക് ബയോടൂറിൽ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ കമ്പനി നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിവിദൂരമല്ലാതെ നമ്മുടെ ഒരു ബ്രാഞ്ച് ഓഫീസ് കേരളത്തിലും ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. കേരളത്തിലും ബ്രാഞ്ച് ഓഫീസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ബ്രാഞ്ച് ഓഫീസിന്റെ ആ ഒരു ഉദ്ഘാടന വേളയില് കേരളത്തില് ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് കേരളത്തിലേക്ക് വരുന്ന ആ ഒരു ഓഫീസിനെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും വലിയ പുതിയ ഒരു അറിവായിരിക്കും ഇത്. ഒരു വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഇതിന്റെ ആ ഒരു നോളജ് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നും പരമാവധി സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു പ്രൊജക്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു പ്രൊജക്ട് നെഞ്ചോട് ഏറ്റെടുത്തുകൊണ്ട് ഈ ബയോടൂറിയം പ്രോഡക്റ്റ് ഉൽപ്പന്നങ്ങൾ, കാരണം നമ്മൾ ആദ്യ സമയത്ത് മാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ മാത്രമായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ അനവധി പ്രോഡക്റ്റുമായിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് ഈ ബയോടൂറിയം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ ബയോടൂറിയത്തിന്റെ ഈ ഒപ്പമുള്ള യാത്രയിൽ നമ്മുടെ കയ്യിൽ നിന്ന് നീട്ടിക്കൊടുത്താൽ ആ കയ്യിൽ പിടിച്ച് നമ്മളെ കരകയറ്റാൻ നൂറുകണക്കിന് ലീഡേഴ്സ് ഉള്ള ഒരു വലിയ പ്രസ്ഥാനം കൂടിയാണ് ഈ ബയോടൂറിയം. നമ്മുടെ കയ്യിൽ നിന്ന് നീട്ടാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ വിജയിക്കാൻ പറ്റുന്ന വലിയൊരു അവസരത്തിലേക്കാണ് നമ്മളെല്ലാം എത്തിച്ചേരുന്നത്. ആ അവസരത്തെ ആരെല്ലാം വിനിയോഗിക്കാൻ തയ്യാറാവുന്നു, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അവരെല്ലാം ജീവിതത്തിൽ ഉറപ്പായിട്ടും രക്ഷപ്പെടും. ദൈവത്തമ്പുരാന്റെ കയ്യൊപ്പ് പറഞ്ഞ ഈ പ്രൊഡക്റ്റ് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. എല്ലാവർക്കും നന്ദി, നന്മയുള്ള നമസ്കാരം. ഈ വൈകിയ വേളയിലും നമ്മുടെ സൂമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി, സ്നേഹം, കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ സൂം പ്രോഗ്രാം BOP സൂം പ്രോഗ്രാം വൈൻഡ് അപ്പ് അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നന്മയുള്ള നമസ്കാരം. ജയ് ഈ ബയോടൂറിയം.